മോർണിംഗ് all of you. ലോ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേപ്പറാണ് ജൂറിസ്പ്രുഡൻസ്. ജൂറിസ്പ്രുഡൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റെല്ലാ സബ്ജക്റ്റുകളെയും പോലെ അതിൻ്റെതായ തിയറികളുണ്ട്. ലോയുടെ തിയറിയാണ് ജൂറിസ്പ്രുഡൻസ്. ലോ വ്യത്യസ്തങ്ങളായ തിയറികളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലോയുടെ അടിസ്ഥാനത്തിൽ ലോയുടെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഓരോ ജൂറിസ്റ്റുകളുടെയും കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ തിയറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ രാജ്യവും ആ രാജ്യം ഫോളോ ചെയ്യുന്ന നിയമത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കപ്പെട്ടതാണ് ജൂറിസ്പ്രുഡൻസ്. ആദ്യം നമുക്ക് നേരിട്ട് എന്താണ് ജൂറിസ്പ്രുഡൻസ് എന്ന് ചോദിച്ചാൽ പ്രധാനമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ സ്റ്റഡി ഓഫ് ലോ. ജൂറിസ്പ്രുഡൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ലോ. വാട്ട് ഇസ് ജൂറിസ്പ്രുഡൻസ്? ജൂറിസ്പ്രുഡൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ലോ. ചില ജൂറിസ്റ്റുകൾ പറയുന്നത് ജൂറിസ്പ്രുഡൻസ് ഈസ് ദ ഫിലോസഫി ഓഫ് ലോ. ജൂറിസ്പ്രുഡൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ലോ എന്ന് പറയാം. ജൂറിസ്പ്രുഡൻസ് ഈസ് ദ ഫിലോസഫി ഓഫ് ദ ലോ എന്ന് പറയാം. വാട്ട് ഇസ് ജൂറിസ്പ്രുഡൻസ്? ജൂറിസ്പ്രുഡൻസ് ഈസ് ദ തിയറി ഓഫ് ലോ എന്ന് പറയാം. അപ്പൊ ജൂറിസ്പ്രുഡൻസ് പറഞ്ഞ തിയറി ഓഫ് ലോ ആണ്, ജൂറിസ്പ്രുഡൻസ് പറഞ്ഞ ഫിലോസഫി ഓഫ് ലോ ആണ്, ജൂറിസ്പ്രുഡൻസ് ഈസ് എ സ്റ്റഡി ഓഫ് ലോ ആണ്. അപ്പൊ ലോയെ കുറിച്ച് പഠിക്കുന്ന ലോയുടെ തത്വശാസ്ത്രത്തെയാണ്, ലോയുടെ സിദ്ധാന്തത്തെയാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. ഇനി ആരാണ് ജൂറിസ്പ്രുഡൻസിന്റെ ഫാദർ? ദ ഫാദർ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഇസ് ബെൻതാൻ. ബെൻതാൻ എന്ന് പറയുന്ന ജൂറിസ്റ്റ് ആണ് ഫാദർ ഓഫ് ജൂറിസ്പ്രുഡൻസ്. ഫാദർ ഓഫ് ജൂറിസ്പ്രുഡൻസ് ബെൻതാൻ. ഇനി ഡെഫിനിഷൻ ആണ്. ഓരോ ജൂറിസ്റ്റുകളും ഇതിൽ നൽകിയിട്ടുള്ള ഡെഫിനിഷൻ ധാരാളം ഡെഫിനിഷൻസ് ഉണ്ട്. നമ്മൾ 3 പേരുടെ ഡെഫിനിഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത് സാൽമണ്ട് എന്ന് പറയുന്ന ജൂറിസ്റ്റ് നൽകിയ ഡെഫിനിഷൻ ആണ്. സാൽമണ്ട് പറയുന്നു ജൂറിസ്പ്രുഡൻസ് ഈസ് എ സയൻസ് ഓഫ് ലോ. അപ്പൊ സാൽമണ്ടിന്റെ അഭിപ്രായം എന്താണ്? സാൽമണ്ട് സേസ് ദാറ്റ്, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു സാൽമണ്ട് ദ സയൻസ് ഓഫ് ലോ ഈസ് ജൂറിസ്പ്രുഡൻസ്. എന്നാൽ മറ്റൊരു ജൂറിസ്റ്റായ ഓസ്റ്റിൻ പറയുന്നത് ജൂറിസ്പ്രുഡൻസ് ഈസ് ദ സയൻസ് ഓഫ് ഫിലോസഫി ഓഫ് ലോ. സയൻസ് ഓഫ് ഫിലോസഫി ഓഫ് ലോ ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന് ആര് പറയുന്നു? ഓസ്റ്റിൻ പറയുന്നു. ഈ ഹോളണ്ട് പറയുന്നത് ദ ഫോർമൽ സയൻസ് ഓഫ് ഫിലോസഫി ഓഫ് ലോ ആണ് എന്ത്? ജൂറിസ്പ്രുഡൻസ്. ഇപ്പൊ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ഹോളണ്ട് പറയുന്ന ഡെഫിനിഷൻ ഫോർമൽ സയൻസ് ഓഫ് ഫിലോസഫി ഓഫ് ലോ. ഇനി ജൂറിസ്പ്രുഡൻസിന് എത്ര ബ്രാഞ്ചുകളാണുള്ളത്? പ്രധാനമായും 3 ബ്രാഞ്ചുകളാണുള്ളത്. ഒന്ന് അനലറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ്, രണ്ടാമത്തത് സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസ്, മൂന്നാമത്തത് തിയററ്റിക്കൽ ജൂറിസ്പ്രുഡൻസ്. അപ്പൊ ബ്രാഞ്ചസ് എത്രയാണ്? പ്രധാനമായും 3 ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് അനലറ്റിക്കൽ ജൂറിസ്പ്രുഡൻസ്, രണ്ടാമത്തത് സോഷ്യോളജിക്കൽ ജൂറിസ്പ്രുഡൻസ്, മൂന്നാമത്തത് തിയററ്റിക്കൽ ജൂറിസ്പ്രുഡൻസ്. ഇനി ധാരാളം സ്കൂളുകളുണ്ട്. ഓരോ ജൂറിസ്റ്റുകളും അയാളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ സ്കൂളുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഫോർമലിസം, സ്കൂൾ ഓഫ് ഫോർമലിസം ഈസ് ദ വൺ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്. രണ്ടാമത്തത് പോസിറ്റിവിസം, മൂന്നാമത്തത് നാച്ചുറൽ ലോ. അപ്പൊ there are 3 ഇമ്പോർട്ടന്റ്, ധാരാളം സ്കൂളുകളാണുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 സ്കൂളുകളാണുള്ളത്. ഒന്ന് ഫോർമലിസ്റ്റിക്, രണ്ടാമത്തത് പോസിറ്റിവിസ്റ്റിക്, മൂന്നാമത്തത് നാച്ചുറൽ ലോ. ഇതാണ് പ്രധാനമായി ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അതെന്താണ് ജൂറിസ്പ്രുഡൻസ്? സ്റ്റഡി ഓഫ് ലോ ഈസ് ജൂറിസ്പ്രുഡൻസ്. വാട്ട് ഈസ് ജൂറിസ്പ്രുഡൻസ് എന്ന് ചോദിച്ചാൽ ജൂറിസ്പ്രുഡൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് ലോ എന്ന് പറയാം, ജൂറിസ്പ്രുഡൻസ് ഈസ് ദ ഫിലോസഫി ഓഫ് ലോ എന്ന് പറയാം, ജൂറിസ്പ്രുഡൻസ് ഈസ് ദ തിയറി ഓഫ് ലോ എന്ന് പറയാം. ആരാണ് ഇതിന്റെ ഫാദർ? ഫാദർ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഈസ് ബെൻതാൻ. അടുത്ത ഡെഫിനിഷൻ സാൽമണ്ട് പറഞ്ഞ എന്താ? സയൻസ് ഓഫ് ലോ ആണ്. ജൂറിസ്പ്രുഡൻസ് സയൻസ് ഓഫ് ലോ ആണ്. ഓസ്റ്റിൻ പറയുന്ന സയൻസ് ഓഫ് പോസിറ്റീവ് ലോ ആണ്. എന്നാൽ ഹോളണ്ട് പറയുന്നത് ഫോർമൽ സയൻസ് ഓഫ് പോസിറ്റീവ് ലോ ആണ് ജൂറിസ്പ്രുഡൻസ്. എത്ര മെയിൻ ബ്രാഞ്ചസ് എത്രണ്ണമാണ്? 3 ഏതൊക്കെയാണ്? അനലറ്റിക്കല്, രണ്ടാമത്തത് സോഷ്യോളജിക്കൽ, 3 തിയററ്റിക്കൽ. ഇനി സ്കൂൾ ഏതാണ്? ഒന്ന് ഫോർമലിസം, 2 പോസിറ്റിവിസം, മൂന്നാമത്തത് നാച്ചുറൽ ലോ.